ഹായ് ഹലോ കൂട്ടുകാരെ, ഞാൻ എൻ്റെ വിഷയത്തിലോട്ട് പോകുന്നതിന് മുമ്പ് കുറച്ച് കാര്യങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്നു. ഞാൻ 3 വർഷം മുൻപ് തുടങ്ങിയൊരു ചാനലാണിത്. അന്നേരം അതിൻ്റെ പേര് ഫാമിലി മിറർ ഓഫ് മൈൻഡ് എന്നായിരുന്നു. ഇന്നത് മാറ്റി കാത്തൂസ് വ്ലോഗ് എന്നാക്കി. ബിക്കോസ് എൻ്റെ മോളെയും കൂടെ അതിൽ ഇൻവോൾവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. മോളുടെ ഷോർട്ട് വീഡിയോസുകളാണ് കൂടുതലും അതിലിടുന്നത്. സോ കുറച്ച് 3 വർഷം മുൻപ് ഞാൻ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് എനിക്ക് ഫാമിലി ഇഷ്യൂസ് ഉണ്ടായിരുന്നു. സോ ഞാൻ അന്നേരം ഈ ചാനലിൽ നിന്നും കുറച്ച് എനിക്ക് ബ്രേക്ക് എടുക്കേണ്ടി വന്നു. ദെൻ കുറേ വർഷത്തിന് ശേഷം വീണ്ടും ഞാനിപ്പോൾ വീഡിയോസിനെ ഇടാമെന്ന് വെച്ചു. നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ട് അതിനെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസ് ഞാൻ ചെയ്യുന്നതാണ്. സോ ഞാൻ എന്നെക്കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്യാം. ഞാൻ സുബിത, കൺസൾട്ടൻറ്റ് സൈക്കോളജിസ്റ്റ്. ഞാൻ 2012 ഭാരതീയ യൂണിവേഴ്സിറ്റിയിൽ നിന്നും പാസ് ഔട്ട് ആയതാണ്. ഇതാണ് എൻ്റെ ക്വാളിഫിക്കേഷൻ. ദെൻ അതുകൂടാതെ എനിക്കൊരു 9 years എക്സ്പീരിയൻസ് ഉണ്ട്. ഇതൊക്കെയാണ് എന്നെക്കുറിച്ചുള്ള ഒരു പ്രൊഫൈൽ. ഓക്കെ, നമുക്ക് വിഷയത്തിലോട്ട് പോകാം. അതായത് ഇന്ന് നമ്മൾ ഓരോരുത്തരും പല രീതിയിലുള്ള മാനസികപരമായ സ്ട്രെസ് അനുഭവിക്കുന്നുണ്ട് അല്ലേ? അത് ഓരോ ആൾക്കാരുടെയും സ്ട്രെസ് എന്ന് ഓരോ ആൾക്കാരിൽ നിന്നും ഡിഫറെൻ്റ് ആണ്. ചിലവർക്കുള്ളത് ഫിനാൻഷ്യൽ റിലേറ്റഡ് ആയിട്ടുള്ള സ്ട്രെസ് ആയിരിക്കാം. ചിലർക്കുള്ളത് ഫാമിലി റിലേറ്റഡ് ആയതാണ്, ഹസ്ബൻഡ് വൈഫിനിടയ്ക്കുള്ള ഇഷ്യൂ, അല്ലെങ്കിൽ മക്കളും പാരൻസും തമ്മിലുള്ള ഇഷ്യൂസ്. അങ്ങനെ ഫാമിലി റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസുകൾ ഫേസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരെന്ന സമൂഹത്തുണ്ട്. അതുകൂടാതെയാണ് കുഞ്ഞുങ്ങളെ റിലേറ്റഡ്, അതായത് സ്വന്തം മക്കളെ റിലേറ്റഡ് ആയിട്ടുള്ള ടെൻഷനും ഫ്രസ്ട്രേഷനും കാര്യം, എക്സ്പെഷ്യലി എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ട് മോനോ മോളോ മേ ബി പഠനത്തിൽ വല്ല പുറകിലോട്ടാവുകയോ, അല്ലെങ്കിൽ അവരുദ്ദേശിക്കുന്ന രീതിയിലുള്ള പാരൻസ് ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള മാർക്ക് കിട്ടാതാവുകയോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ആ കുട്ടികളെക്കാളും കൂടുതൽ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുന്നത് അവരുടെ പാരൻസ് ആയിരിക്കാം. സോ ഇതുപോലുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകൾ നമ്മുടെ സമൂഹത്തിന് ചുറ്റുമുണ്ട്. അതുകൂടാതെ ഇന്ന് ഫെമിലിയർ ആയിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് പ്രായാധിക്യത്തിൽ വരുന്ന പല പ്രശ്നങ്ങളും നമുക്ക് ക്വൈറ്റ് നാച്ചുറലി വരുന്നതാണ് അല്ലേ? ചിലപ്പോൾ അത് ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ, വാട്ടവർ ഇറ്റ് ഈസ്, എന്ത് തന്നെ ആയാലും ആ സാഹചര്യങ്ങളെ അത് വരാൻ സാധ്യതയുള്ളത് കൊണ്ടും അതിനുള്ള മുൻകരുതൽ പോലെ ഒരുപാട് ഫ്രസ്ട്രേഷനും ആങ്സൈറ്റി, അതായത് ഡിസീസ് റിലേറ്റഡ് ആയിട്ട്, ആക്ച്വലി ഞാൻ പറഞ്ഞു വന്നത് ഡിസീസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരും, അതായത് ഡിസീസ് ഉണ്ടാവത്തില്ല, മേ ബി അത് ഉണ്ടാവോ എന്നുള്ള ഭയപ്പാടോ ഫ്യൂച്ചറിൽ വരാൻ സാധ്യതയുണ്ടോ എന്ന് ഭയന്നുകൊണ്ട് ഒരുപാട് പേര് ഉത്കണ്ഠാകുലമായി ജീവിക്കുന്ന ആൾക്കാരും നമ്മുടെ സമൂഹത്തിൽ ചുറ്റുമുണ്ട്. അപ്പോൾ ഇതുപോലുള്ള നമ്മൾ ഫ്രസ്ട്രേഷൻ അനുഭവിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ സ്ട്രെസ് അനുഭവിക്കുമ്പോൾ നമ്മുടെ മൈൻഡിനെ ഇത് എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നു, ഇത് നമ്മുടെ മനസ്സിനെ എങ്ങനെ കാർന്നു തരുന്നു, മനസ്സെന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ബ്രെയിനിലുള്ള കെമിക്കൽസിനെ ഇത് എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നു എന്ന് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അത് നമ്മുടെ മനസ്സിനെ എഫക്റ്റ് ചെയ്യുന്നതിലൂടെ നമ്മൾക്കുണ്ടാവുന്ന നമുക്ക് പുറത്തോട്ട് കാണുന്ന, അതായത് നിങ്ങൾക്ക് ലൈവായി കാണുന്ന കുറച്ച് പ്രശ്നങ്ങളുണ്ടാവും. അതായത് ഉറക്കക്കുറവ്, വിശപ്പില്ലായ്ക, നിസ്സാര കാര്യങ്ങൾക്ക് ദേഷ്യം വരിക, അതുകൂടാതെ ഒരു റെസ്റ്റ്ലെസ്, നമുക്കൊരവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്കൊരു തൃപ്തി തോന്നാത്തത് പോലെ തോന്നും. അതായത് ഇവിടെ ഇരിക്കുമ്പോൾ മറ്റൊരു സ്ഥലത്തോട്ട് ഇരിക്കുന്ന ഒരു റെസ്റ്റ്ലെസ് ആവുക എന്ന് പറയുന്നത് സൈക്കോളജിക്കലി. അപ്പോൾ ഇതുപോലുള്ള പല പ്രശ്നങ്ങൾ അനുഭവിക്കുക. അതുകൂടാതെയാണ് കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന ലേണിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലങ്ങൾ, ലേണിംഗ് ഡിസോർഡേഴ്സ് എന്ന് പറയും. അതുപോലുള്ള പ്രശ്നങ്ങൾ, ഇതുപോലെ ഓരോ പ്രശ്നങ്ങളും, അതുപോലെ ഹസ്ബൻഡ് വൈഫിനിടയ്ക്ക് ഇഷ്യൂസ് നടക്കുമ്പോൾ അത് കൊച്ചുങ്ങളെ എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നു, അവരുടെ മനസ്സിനെ അത് എത്രമാത്രം എഫക്റ്റ് ചെയ്യുന്നുള്ള കാര്യങ്ങൾ, അത് മാത്രവുമല്ല കുഞ്ഞുങ്ങളിൽ കണ്ടുവരുന്ന കുട്ടികളിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. പക്ഷെ പല പാരൻസും ചിന്തിക്കുന്നത് അവരുടെ വികൃതിയായിട്ടും അവരുടെ കുറുമ്പായിട്ടുമാണ് കാണുന്നത്. കാരണം എന്ന് വെച്ച് പറഞ്ഞാൽ എത്രമാത്രം നമ്മൾ എഡ്യൂക്കേഷനലി ഡെവലപ്ഡ് ആയിട്ടും ദേ ആർ നോട്ട് ആക്സെപ്റ്റിങ്, അതായത് ഇതൊരു സൈക്കോളജിക്കൽ റിലേറ്റഡ്, അതായത് ഞാൻ മാനസിക രോഗം എന്നല്ല ഞാൻ ഉദ്ദേശിച്ചത്. കാരണം ചൈൽഡ്ഹുഡിൽ വരുന്ന ചില സൈക്കോളജിക്കൽ ഡിസോർഡേഴ്സ് ഉണ്ട്. ADHD, അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്റ്റീവ് ഡിസോർഡർ എന്ന് പറയുന്നത് ODD, അതുകൂടാതെ കുട്ടികൾ കണ്ടുവരുന്ന ഓട്ടിസം, MR, അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ചുറ്റും എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒത്തിരി പേരുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള പ്രശ്നങ്ങളും ഇതിന് തക്കതായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള സൊല്യൂഷൻസ്, അതെല്ലാമാണ് ഞാൻ
വീഡിയോസിലൂടെ, അതായത് എൻ്റെ ചാനലിലൂടെ ഞാൻ നിങ്ങളെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്. കാരണം ഇതുപോലുള്ള പ്രശ്നങ്ങൾ ഫേസ് ചെയ്യുന്ന ഓരോരുത്തരും അവരുടെ പ്രശ്നങ്ങൾ വീട്ടിലിരുന്ന് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് നിങ്ങൾ തന്നെ ഒരു സൊല്യൂഷൻ കാണുന്ന രീതിയിലോട്ട് നമ്മുടെ ഈ ഓൺലൈൻ കൗൺസിലിങ്ങിലൂടെ നിങ്ങളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതാണ്. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾക്കുള്ള പ്രശ്നങ്ങൾ ക്ലിയർ ചെയ്ത് ശാശ്വതമായ പരിഹാരം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ നിങ്ങൾക്ക് ഞാൻ തരുന്നതാണ്. അത് ഞാൻ നിങ്ങൾക്ക് തരുന്ന വാഗ്ദാനമാണ്. സോ നിങ്ങൾക്ക് എൻ്റെ പ്രോപ്പറായിട്ടുള്ള അല്ല എൻ്റെ കൗൺസിലിംഗ് നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ നമ്പർ ഇടുന്നതാണ്, വാട്സപ്പ് നമ്പർ. അതിലൂടെ നിങ്ങൾ ഒരു മെസ്സേജ് അയക്കുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അതിനുള്ള കൗൺസിലിംഗ് കാര്യങ്ങളെല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നതാണ്. സോ എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ, എല്ലാവരും ഹാപ്പി ആയിരിക്കട്ടെ. നെക്സ്റ്റ് വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അതുവരത്തേക്കും ബൈ. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനോ ഫാമിലിക്കോ ഒന്ന് ഷെയർ ചെയ്യുക. താങ്ക് യു. ബൈ.